നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് ഓണത്തിന്റെ തലേന്നാണ്. അപ്പോൾ ഓണത്തിന്റെ തലേന്ന് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കൂടുതൽ ഒരുക്കങ്ങളൊക്കെ തന്നെ ഉണ്ട് എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും എല്ലാ കറികളും ഒക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. തലേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ തന്നെ എല്ലാ കറികളും ഒക്കെ ഉണ്ടാക്കി വെക്കും. കാരണം ഓണത്തിന്റെ അന്ന് ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നാളെ കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും പിന്നെ അവരെ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ പറ്റില്ല. അത് മാത്രമല്ല, അറിയാലോ, എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ തലേദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ സഹായിക്കാൻ വരുന്ന ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി എല്ലാം എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ അതെല്ലാം കൂടെ തലേദിവസം എല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സദ്യക്കാണെങ്കിലും ഇപ്പോൾ വലിയൊരു ബൾക്കായിട്ട് ഓണസദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ തലേദിവസം വൈകുന്നേരം എല്ലാ പരിപാടികളൊക്കെ തുടങ്ങുമല്ലോ. രാത്രി മുഴുവനല്ലേ ഈ കറികളൊക്കെ ഉണ്ടാക്കി രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും. അപ്പോൾ പിന്നെ ഇച്ചിരി കൂടെ നേരത്തെ ഞാൻ തുടങ്ങുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഒരുക്കങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് ചെയ്തു വെക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്തു വെക്കും കേട്ടോ. ഇതിനെ ഓപ്പോസ് ചെയ്യുന്നവരൊക്കെ കുറേ പേര് ഉണ്ടാകും, എന്നാലും സാരമില്ല. പക്ഷേ ഇതിന് നമുക്ക് നമ്മുടെ ആരോഗ്യമല്ലേ നോക്കട്ടെ, നമ്മുടെ സൗകര്യവും നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ചിക്കു അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോളെ, ചിക്കുവിനെ കൂടെ ഒന്ന് കാണിക്കാം. ചിക്കുന്ന് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് എന്താ പറയുക, തനി മലയാളി കുട്ടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കു സാരി ഉടുക്കണ്ട കേട്ടോ, ചിക്കു ഞങ്ങളുടെ കൊച്ചു കുട്ടിയാണ്, ഇപ്പോഴും സാരി ഒന്നും ഉടുക്കാനായിട്ടില്ല, എന്നാലും സാരി എടുത്താൽ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അതുകൊണ്ട് ചിക്കു ഇന്ന് പാവടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. വാ, ചിക്കു വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നാളത്തേക്ക്. നാളെ അല്ലേ ഒരുപാട് പേര് വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കു ഓണം വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. നാളെ നമ്മൾ ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും. ശരിയാ, ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ അവിടെ ചേച്ചി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി നമുക്ക് പോയി കാണാം. സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഡോർ അടച്ചിട്ടതാ കേട്ടോ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ ചേച്ചി ഒന്ന് തിരിഞ്ഞോ, വീഡിയോ എടുക്കുന്നത്. ഓഫ് ചെയ്തോ. ഇതാണ് ചന്ദ്രിയ ചേച്ചിയാണ് എനിക്ക് എല്ലാ സഹായം ചെയ്തു തരുന്നത്. മതിയാ. ഇതെന്തിന്റെ ചേച്ചി? ഇഞ്ചി. ഞാൻ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, മാങ്ങ കറിക്കുള്ള കഷ്ണം, തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇത് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാബേജ് എല്ലാം അരിഞ്ഞു വെച്ചു. ഇത് ഓലനുള്ളത്, ഇത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ. അപ്പോൾ ഇവിടെ സാധനങ്ങളെല്ലാം ചേച്ചി അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പണികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ നമുക്ക് പണികളൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ചേച്ചിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സാരിയാണ്, ഓണമല്ലേ, ഓണക്കോടി കൊടുക്കണ്ടേ. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആക്കിയിട്ട് കൊടുക്കാനാണ്. കാണിച്ചു തരാം. നമ്മളിപ്പോൾ ലേഡീസിനൊക്കെ സാരി കാണാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാട്ടോ സാരി, നല്ല ഭംഗിയുള്ള ഒരു സാരി കേട്ടോ. നല്ല സാരി അല്ലേ? നല്ല ഭംഗിയുള്ള സാരി കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബ്ലൗസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഇതിൽ തന്നെ ഉണ്ട് ബ്ലൗസൊക്കെ. ഓപ്പൺ ചെയ്യണ്ടല്ലേ? വേണ്ട, ഓപ്പൺ ചെയ്യണ്ട. നല്ല സാരി അല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. ഇത് ചിക്കു കേട്ടോ സെലക്ട് ചെയ്തത്. ചിക്കുവും അച്ഛനും കൂടെ പോയിട്ട് സെലക്ട് ചെയ്താൽ എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട്. ഇടയ്ക്ക് ഞാൻ വന്നതാണോ ഇതൊന്ന് കാണിക്കാനായിട്ട്. ബാക്കി പണിയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഇത് പരിപ്പ്, ചെറുപയർ പരിപ്പ് പായസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. 1 കപ്പ് പരിപ്പ് എടുക്കണം. ഇത് ശർക്കര ഉരുക്കാൻ വെച്ചതാണ് പായസത്തിനുള്ളത്. ഇത് അവിയലിന്റെ കഷ്ണങ്ങൾ വേന്തുകൊണ്ടിരിക്കുന്നു. ഇളക്കണ്ട, അതിൽ ഇളക്കാൻ കുറച്ചൊന്ന് ഒതുങ്ങട്ടെ, നിറച്ചുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം നമുക്ക് കഴുകി വേവിച്ച് ശർക്കര ഉരുക്കി ഒഴിച്ച് ഒക്കെ വേണം ചെയ്യാൻ. വറുത്തെടുക്കട്ടെ. അടുക്കള ഫുള്ള് അലങ്കോലാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാ പച്ചടിക്കുള്ള പകുതി ആയിട്ടുണ്ട്. ഇനി അതിൽ തൈരൊക്കെ ഒഴിക്കാനുണ്ട് ബാക്കി. പിന്നെ വേറെന്താണ്, മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കടുമാങ്ങ അച്ചാർ
ഇതിൽ കുറച്ച് താളിച്ചൊഴിക്കാനുണ്ട്, ആ പരിപാടിയും കൂടെ ഉള്ളൂ. ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. ചിക്കുവാണ് ഇപ്പം ഇളക്കി തരുന്നത്. എന്താ പാലട പായസം ഉണ്ടാക്കാം. ഹായ്, ബോളിയുടെ കൂടെ കഴിക്കുന്നല്ലേ? 200 ഗ്രാം ആട്ടോ എടുക്കുന്നത്. 4 ലിറ്റർ പാലോടെ ഉണ്ടാക്കുന്നത്. 200 ഗ്രാമിന്റെ പാക്കറ്റ് അങ്ങനെ തന്നെ ഇടുവാണേ. പഞ്ചസാര ഇളക്കുക. 400 ഗ്രാം ഒക്കെ പഞ്ചസാര എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിട്ട് നന്നായിട്ട് ഇളക്കാം. മോൾ ഇളക്കുമല്ലോ. ഇളക്കി കൈമാറി ഇളക്കലുകാരി വന്നു. ഹലോ. ഇഗ്നോർ മോഡ്. ബ്രൗൺ കളറായി. അതിൽ ഇച്ചിരിയും കൂടെ ആവാനുണ്ട്. നെയ്യ് തെളിഞ്ഞ് വരണം. പാല് എത്ര ലിറ്റർ ഉണ്ടാവും? 4 ലിറ്റർ. നെയ്യ് ഊറി വരുന്നതാ. നെയ്യ് ഊറി വരുന്നുണ്ട്. ഇനി ഓഫായിക്കാം. ഓഫാക്കിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോട്ടെ. ഓഫാക്കിയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിന്റെ പണിയൊക്കെ തീർന്നു. ഇനിയിപ്പൊ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് കൂടുതൽ പായസം വെക്കുന്നുണ്ട്, അടുത്തൊക്കെ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് വലിയ നമ്മുടെ കിണർ പോലത്തെ ഒരു കുക്കറാണിത്. ഈ കുക്കർ എടുക്കാറേയില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒക്കെ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുക. കുക്കറിലേക്ക് പാലൊഴിച്ച് തിളപ്പിച്ചിട്ട് അട വേറെ വരട്ടിയിട്ട് ഇതിലേക്കിടും. അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷെ വീഡിയോയിൽ കാണിച്ചത് നേരെ ഓപ്പോസിറ്റാണ്. വരട്ടിയിട്ട് ഉരുളിയിലാണ് വെച്ചത്. വരട്ടിയിട്ട് അതിനകത്തോട്ട് ഒഴിക്കുക ചെയ്തത്. പക്ഷെ കുക്കറിൽ വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിലിന് ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു പ്രഷർ റിലീസ് ചെയ്തിട്ട് പിന്നെ തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് കഴിയും. ഇതിപ്പം 8 ലിറ്ററിന്റെ കുക്കറാണ്. അതിപ്പം അത് വരട്ടിയിട്ടുണ്ട്. വരട്ടിയതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ പാല് തിളച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് ഫുള്ള് തിളച്ചിട്ടൊന്നുമില്ല. അതിലേക്ക് നമ്മൾ വരട്ടി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ, എളുപ്പം. കുക്കറിലാണെങ്കിൽ ഇനി അടുത്ത പായസത്തിന്റെ പരിപാടിയാണ്. അതിൽ ഉരുളിക്കകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുപയർ പരിപ്പ് പ്രഥമനാണ് എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു പായസമാണത്. പരിപ്പിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കണം. ഇനി ഇതിന്റെയൊക്കെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്താണ് കേട്ടോ, അതാണ് വിശദമായിട്ടൊന്നും പറയാത്തത്. അപ്പൊ ഓരോരോ കറികൾ ആയതൊക്കെ ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കാണ്. നമ്മൾ അടുക്കളയിൽ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുവെക്കാണ്. അപ്പൊ ഇവിടുത്തെ ചിക്കു പായസത്തിനുള്ള തേങ്ങാപ്പാൽ എടുക്കുകയാണ്. ചെറുപയർ പരിപ്പ് പായസം ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ പാലട പായസവും ഇവിടെ സൈഡിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കുക്കർ വിസിൽ വന്ന് ഓഫാക്കി തുറന്നു വെച്ചിട്ട് വറ്റിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ ഇത്. ഇതിപ്പോ ഏകദേശം വറ്റി കേട്ടോ. ഇത് മതി, ഇത് ഓഫാക്കാണ്. കാരണം ഈ ഒരു പരുവത്തിന് അങ്ങ് ഓഫാക്കാം. കാരണം കുക്കറിന് നല്ല ചൂടുണ്ട്. അപ്പൊ ഇതിനകത്തിരുന്ന് കുറച്ച് സമയം തണുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അപ്പൊ ഓഫാക്കിയിട്ട് കൊടുക്കാം. ഇത് അപ്പൊ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ചിക്കു ഇവിടെ തേങ്ങാപ്പാലെടുത്ത് കഴിഞ്ഞ് എന്റെ ക്ഷീണം തീർക്കുകയാണ്. അവിടെ ഇരിപ്പുണ്ട്. ഈ പാലട പായസം ഓഫാക്കിയിട്ടാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എല്ലാം അതിന്റെ മുകളിൽ ഒന്ന് പാട കെട്ടി വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ പരിപ്പ് പായസവും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിടുകയാണ്. അത് ശരിക്കും ആദ്യമേ ചെയ്യാമായിരുന്നു. ഉരുളിക്കകത്ത് ആദ്യം നെയ്യ് ഒഴിച്ച സമയത്ത് ഇത് ചെയ്തതിന് ശേഷം ശർക്കര ഒഴിച്ചാൽ പക്ഷെ സമയം പോയി പോകും. അത് വേവാൻ കുറെ സമയം എടുക്കുമല്ലോ വറ്റി വരാനൊക്കെ. അപ്പൊ ഇത് സൈഡിൽ അടുപ്പിൽ ഇങ്ങനെ ആയിക്കോളുമല്ലോ. അണ്ടിപ്പരിപ്പിട്ടു. ഇനി മുന്തിരി ഇതാ വീർത്ത് വരുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നുറുക്കിയ തേങ്ങാക്കൊത്താണ്. നെയ്യിൽ തന്നെയാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്.
അടിപൊളി പായസം ഇപ്പൊ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട്. നല്ല കളർ ഇട്ടാ, നല്ല ശർക്കരയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കളറുണ്ട്, നല്ല ഡാർക്ക് കളറുണ്ട്. നാളെ ആവാനൊന്നും വെയിറ്റ് ചെയ്യില്ല, ഞങ്ങൾ എന്തായാലും കുറച്ച് കുടിക്കും. ഇനി നമുക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞാല് പപ്പടം കാച്ചണം, അത് നാളെ. രസം ഉണ്ടാക്കണം, രസവും പപ്പടം കാച്ചലും, മോര്, പച്ചമോര്, അത് നാളെ. ഈ 3 കാര്യം നാളെ ചെയ്യാം. ചോറ് വെക്കണം, ഇത്ര മാത്രമേ ഉള്ളൂ നാളെ. ബാക്കി എല്ലാം റെഡിയായി. അപ്പൊ ഇതാ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം റെഡിയായി. ഇനി ഇതെല്ലാം ഞാൻ ഇതാ നമ്മുടെ ചിക്കു എല്ലാ പാത്രത്തിലാക്കി, കൊച്ചു കൊച്ചു പാത്രങ്ങളിലാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പല പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. തണുത്തു കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാം തണുത്തിട്ടുണ്ട്. 1-2 ഇതായി. കൂട്ടുകറി കുറച്ച് ചൂടുണ്ട്, അപ്പൊ എല്ലാം തണുത്തതിന് ശേഷം എടുത്ത് വെക്കും. എന്നിട്ട് നാളെ നമ്മൾ സദ്യ കഴിക്കും. ബോളിയാ? ബോളിയുണ്ട്, ബോളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് ഒരുപാട് പേരുണ്ടാക്കി സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. ചിക്കു ഹാപ്പി ഓണം പറയുന്നില്ലേ? ഹാപ്പി ഓണം. നാളെ സജിത്തേട്ടൻ ഉണ്ടാവും കേട്ടോ. എല്ലാവരും പറയുന്നു സജിത്തേട്ടനെ കാണാനില്ല.